episode of Relax with Music. എന്നോടൊപ്പമുള്ളത് ഡോക്ടർ വിപിൻ റോൾഡന്റ് ആണ്. അദ്ദേഹം സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് റോൾഡന്റ് റെജിനേഷൻ ആൻഡ് മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോ. നമസ്കാരം ഡോക്ടർ ആൻഡ് വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, അതേപോലെ വിദേശത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലൊക്കെ. അപ്പം നാട്ടിൽ ഇല്ലാതെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫാമിലി ആയിട്ട് നിൽക്കുന്നവരായിരിക്കില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്കൊരു സ്ട്രെസ് ഫാക്ടറൊക്കെ കൂടുതലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ചായയുമായി നിൽക്കുന്ന ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് നമുക്കിവിടെ ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്ന, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഫാമിലി പിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്കും ഈ ജോലിയുടെയും അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെയും സ്ട്രെസ്സൊക്കെ ഫാക്ടേഴ്സ് കൂടുതലാണ്. അങ്ങനെയുള്ളവരുടെ ഈ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കൂ ഡോക്ടർ. ഞാൻ റീസെൻ്റ്ലി നമുക്കൊരു UAE പ്രോഗ്രാം ആയിരുന്നു, ദുബായിൽ ഷാർജയിലൊരു ചർച്ചൊക്കെ ആയിട്ട് കണക്ട് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അറൗണ്ട് 1000-ഓളം കുട്ടികൾ പല പ്രോഗ്രാമുകളായിട്ട് അറ്റൻഡ് ചെയ്തു. 2000-ഓളം ഫാമിലീസ് അതിലുണ്ടാവേണ്ട ഒരു തരത്തിലുള്ള പ്രോഗ്രാമായിരുന്നു. പല ദിവസങ്ങളായിട്ട് അത്ര തന്നെ ഒരു ഫാമിലീസ് കടന്നു പോയിട്ടുണ്ട്. ചോദ്യം കറക്റ്റാണ്. ആളുകൾക്ക് പല തരത്തിലും സ്ട്രെസ് ഉണ്ട്. അതിൽ തന്നെ ഓഫ്കോഴ്സ് കുടുംബം നാട്ടിലായിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്ന കാര്യം, മക്കളുടെ പല ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ പേരൻസിൻ്റെ ആവശ്യങ്ങൾ, വൈഫിൻ്റെ ആവശ്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റാതെ അസ്വസ്ഥതായിട്ട് ഫോണിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിൽ നിൽക്കുന്നു. ചിലർക്കെങ്കിലും ജോലി റിസ്ക്കിലാണ്. കോവിഡ് കാലത്ത് നിന്ന് പലരുടെയും ജോലി പോയി. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, റെൻറ്റ് വർദ്ധിക്കുന്നു, റെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നു, എന്നെ ആശുപത്രിയിൽ പോകാനായിട്ട് അവിടെ വരുമ്പോൾ എല്ലാം പേയ്മെൻറ്റ് കൂടുതലാണ്, കിട്ടുന്ന സാലറിയും ഇതും എല്ലാം കൂടെ ബാലൻസ് ആകാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ പല തരങ്ങളിലേക്ക് അസ്വസ്ഥതകൾ നമ്മൾ കാണുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ കാലത്തും പല രാജ്യങ്ങളിൽ ഇത് പല ഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. എങ്കിലും വൺസ് ഇതൊരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ ഫേസ് ചെയ്യുമ്പോഴാണല്ലോ, നമുക്കത് വരുമ്പോഴാണല്ലോ നമുക്കത് ബുദ്ധിമുട്ട് വരിക. അപ്പം ഞാനവിടെ കണ്ട പല ആൾക്കാരും വളരെയധികം എക്സ്ട്രീം, അവരോട് പറഞ്ഞ സാറിന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ്സിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ പിടിച്ചു നിന്നേ പറ്റൂ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിടിച്ചു നിന്നേ പറ്റൂ. ഡോണ്ട് ഗിവ് അപ്പ്. അപ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് എത്ര കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കഠിനമായ വഴികളിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് വന്നു ചേരും. ഒരാൾ പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ. ഇടയ്ക്ക് നമ്മൾ തീർന്നു, അയ്യോ ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, തകർന്നു പോകുന്നു എന്നൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിഷമങ്ങൾ പറയാനും അവരുടെ വിഷമങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയ സൗഹൃദ കൂട്ടായ്മ, ഒരു സപ്പോർട്ട് ഗ്രൂപ്പാണ് ഇവരെയൊക്കെ പലരെയും പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഒറ്റയ്ക്കായി പോകുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയ നിങ്ങളുടെ സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് ആ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വിഷമം നിങ്ങൾക്ക്, നിങ്ങളുടെ വിഷമം അവർക്കും മനസ്സിലാവും. ഇത്തരത്തിലുള്ള ചില കൂട്ടായ്മകളിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ്. മനസ്സിനെ ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. നല്ല ഭക്തിയോടെ ഒരു ഈശ്വരവിശ്വാസത്തോടു കൂടി നല്ല ദിനങ്ങൾ കടന്നു വരും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ സ്ട്രെസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, പ്രത്യേകിച്ചും വിദേശത്തുള്ളവരുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ക്വിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, മതിയായി, ഇനി എനിക്ക് ഇത് തുടരാൻ പറ്റില്ല, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, അവിടെ കൃഷി ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിക്കാം, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞു മേ ബി വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും, നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും. നീ വാടാന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വരുമ്പോഴത്തേക്കായിരിക്കും വീണ്ടും നീ പോകുന്നില്ലേ തിരിച്ച് എന്നുള്ളൊരു ചോദ്യവും, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സ്ട്രെസ് നമ്മൾ കുറയ്ക്കുമെന്ന് പറഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ ഇരട്ടി സ്ട്രെസ് ആയിട്ട്, കാരണം ജോലി നഷ്ടപ്പെട്ടു, ഈ ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡബിൾ ആയിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ വളരെ ലോ ഒരു ഇൻകമിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ സ്ട്രെസ് ഫാക്ടറിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യില്ല. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഫെഡപ്പ് ആയിട്ട് നമുക്ക് നിർത്തി വരുമ്പോഴത്തേക്കും അങ്ങനെ കഷ്ടപ്പെട്ട് ചേട്ടൻ അവിടെ നിൽക്കണ്ട, മോനെ നീങ്ങ വാ, നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിക്കാമെന്നൊക്കെ. അപ്പോൾ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ശ്രമിച്ച് മടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും വീണ്ടും പിടിച്ചു നിന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റിയിൽ കയറി ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്ത്, ചില കേസിൽ സ്കില്ലില്ലാത്തൊരു സ്കില്ല് പഠിച്ചെടുത്ത്, ചില കോഴ്സ് പഠിച്ചെടുത്തൊക്കെ വീണ്ടും മറ്റൊരു ജോലിയിലേക്ക് പോയി സക്സസ്ഫുൾ ആയ ചരിത്രമുണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ. പക്ഷെ നാട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു സാലറി സ്കെയിൽ അല്ല നമുക്ക് ഇവിടെ ഉള്ളത്, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അല്ല ഇവിടെ ഉള്ളത്. അവിടെ നമ്മൾ വർഷങ്ങളായിട്ട് വളരെ ഒരു കുഴപ്പമില്ലാത്ത നല്ല പവർഫുൾ ആയിട്ട് നിന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. നാട്ടിൽ വന്നു കഴിയുമ്പോൾ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് വരുമ്പോഴേക്കും അറിഞ്ഞു അറിയാതെ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ കുടുംബക്കാരുടെയൊക്കെ ശൈലികൾ മാറി തുടങ്ങുമ്പോഴേക്കും
ഇവർക്കപ്പോൾ എന്നേക്കാൾ ഇഷ്ടം എൻ്റെ പണത്തെ ആയിരുന്നു എന്നൊക്കെയുള്ള വിഷമങ്ങൾ. ഈ 2 മാസത്തെ ഒരു വെക്കേഷൻ തന്നെ വരുന്ന ആൾക്കാർ നീ ഇനി പോകുന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അതിപ്പോൾ വന്നു കഴിയുമ്പോൾ ഒരാൾ വന്നിറങ്ങി എന്നാ പോകുന്നത് നമ്മൾ നാച്ചുറലി ചോദിക്കും. പക്ഷെ തിരിച്ചു പോകാനായിട്ട് അവിടെ ജോലി നഷ്ടപ്പെട്ട് വന്നിട്ടുള്ള പല ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ ചിലപ്പോൾ നാട്ടിൽ ചിലപ്പോൾ അവിടെ നിന്നുള്ള സമ്പാദ്യങ്ങളെല്ലാം ആയിട്ട് വന്ന് നാട്ടിൽ ബിസിനസ് ചെയ്തിട്ട് ആ ബിസിനസ് നമ്മുടെ പ്രത്യേകമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാതെ പൂട്ടി ഉള്ള കാശം തീർന്നിട്ട് പെരുവഴിയിലായ ഒരുപാട് സംരംഭകരുണ്ട്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്തുമാത്രം ഈസ് ആണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നു വെച്ചാൽ ആകെ പെട്ട് നിൽക്കപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അഗെയിൻ ഒരു പോയിന്റ് ഇത്രേ ഉള്ളൂ, ഏതൊരു ഘട്ടത്തിലാണെങ്കിലും ഉള്ള സമ്പാദ്യം മുഴുവൻ ഒരുപക്ഷെ പോയെന്നിരിക്കലും നമുക്ക് പുതുവഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. നമ്മുടെ മനസ്സ് സ്റ്റേബിളായിട്ട് ശാന്തമായിട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല സപ്പോർട്ട് ഗ്രൂപ്പും അതിന് തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാം. മനസ്സിന് സപ്പോർട്ട് ആവശ്യമെങ്കിൽ അത് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ സപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മുടെ നല്ല സുഹൃത്തുക്കളുടെ സപ്പോർട്ടുകളായിക്കോട്ടെ, ഇതൊക്കെ വഴി നമുക്ക് ഒരു സാധ്യതയും ഇല്ലാത്തടത്തു നിന്നും പുതിയ ചിന്തകൾ വരികയും പുതിയ കൂട്ടുകെട്ടുകൾ വരികയും വിജയത്തിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് തൽക്കാലം. അതെ, നമ്മൾ എന്തായാലും ഈ ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ കോമേറ്റ് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഡോക്ടർ, നമുക്ക് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് ഈ സ്ട്രെസ് ഇങ്ങനെ അടിച്ചു വരിക എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബേസിക്കലി നമ്മുടെ അവസ്ഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന നമ്മുടെ തന്നെ ചിന്തകളാണ് സ്ട്രെസ് ആക്കുന്നത്. ഓക്കെ, ജോലി നഷ്ടപ്പെടുന്നു പറഞ്ഞ പോലുള്ള റിയാലിറ്റീസ് ഉണ്ടെങ്കിലും ജോലി നഷ്ടപ്പെട്ടവരെല്ലാവരും ഹൈവി സ്ട്രെസ് ആവുന്നില്ല. ചിലർ ജോലി നഷ്ടപ്പെട്ടത് നല്ലതായിട്ട് കാണുന്നുണ്ട്. കാരണം അതുവരെ ഞാൻ ഒരിടത്ത് സ്റ്റക്കായി നിൽക്കുകയായിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ ഫ്രീ ആയി, എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട്. അയ്യോ നീ എന്ത് ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ചില നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സപ്പോർട്ട് ഗ്രൂപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, നിനക്ക് പറ്റുമെന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ്. ഇത് കൂടാതെ തന്നെ നമ്മളെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമുക്ക് പലതും, ഇപ്പോൾ ഫിഷിന് അത്ര പ്രശ്നം പറയുന്നില്ല, മറ്റു പല ഐറ്റംസും പ്രത്യേകിച്ച് ചിക്കനോ അതിൽ ഹോർമോണൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കതൊരു സ്ട്രെസ് കൂടാനോ അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷന് പറ്റിയ കാര്യങ്ങളല്ല. ആയുർവേദത്തിൽ തമസിക് ഫുഡ് എന്നാണ് പറയുക. അവിടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന ഫുഡ് എന്നുള്ളതല്ലാതെ തന്നെ നമുക്ക് ഈ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് കുറച്ച് പേര് ഓവർ ഈറ്റിങ്ങും ചിലർ ഒന്നും കഴിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്ട്രെസ്സും ഫുഡുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ 2 ഡിസോർഡർ ഉണ്ട്. അതൊന്നോ അനറക്സിയ നെർവോസയും ബുളിമിയ നെർവോസയും. അനറക്സിയ നെർവോസയ്ക്കകത്ത് ആക്ച്വലി ഫുഡ് ടെൻഷൻ കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നില്ല. ആക്ച്വലി അനറക്സിയ നെർവോസ വേറൊരു തലമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ്. ആ വെയിറ്റ് ആയി പോകുമോ, നമുക്ക് വെയിറ്റ് ഒരുപാട് വരുമോ എന്നുള്ള ചിന്തയിൽ നിന്നും ഫുഡ് കഴിക്കാതെ, ആ സ്ട്രെസ് കാരണം, മറ്റേ സ്ട്രെസ് അല്ല, വെയിറ്റ് ഗെയിൻ വരാതിരിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു തലമാണ്. പക്ഷെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസോർഡർ ഉണ്ടെന്ന് ഞാൻ ആഡ് ചെയ്തോളൂ. ബുളിമിയ നെർവോസ എന്ന് പറയുമ്പോൾ ആക്ച്വലി ബിഞ്ച് ഈറ്റിംഗ് ആണ്. ഇത് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വണ്ണം വെക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ കഴിക്കുന്നവരുണ്ട്, ചിലർക്ക് ഇതൊന്നും അറിയാതെ തന്നെ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചില ഈ ബുളിമിയയിലേക്കൊക്കെ വന്ന് ചാടാറൊക്കെ ഉണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാതിരിക്കുന്നതും ഫുഡ് അമിതമായി കഴിക്കുന്നതും ഒക്കെയും സ്ട്രെസ് മൂലവും സംഭവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ശരീരത്തിന് അത് പ്രശ്നകരമാണ്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് യെസ് ഐ ആം ഇൻ സ്ട്രെസ്. അങ്ങനെ വന്നാൽ ഈ സ്ട്രെസ്സിനെ ഐഡന്റിഫൈ, എന്താണ് എൻ്റെ സ്ട്രെസ്സിന് കാരണം, ഏത് കാര്യങ്ങളാണ്, ഏത് തോട്ടാണ്, എന്ത് പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ മൂല കാരണം ഐഡന്റിഫൈ ചെയ്യാത്രത്തോളം കാലം നമുക്കിപ്പോൾ മെഡിറ്റേഷനൊക്കെ നല്ലതാണ്, വാക്കിംഗ് നല്ലതാണ്, റിലാക്സേഷൻ പ്രോസസ്സ് നല്ലതാണ്. എന്നാൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചില തോട്ടാണ്, നമ്മുടെ ചില ചിന്തകളാണ് നമ്മളെ ഈ പല സ്ട്രെസ്സിലേക്ക് വരുന്നത്. അതായത് ഒരേ പ്രശ്നം തന്നെ ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകും, അതേ പ്രശ്നം വേറൊരാൾക്ക് സ്ട്രെസ് ആവുന്നില്ലെങ്കിൽ രണ്ടുപേരുടെ ചിന്താഗതികളാണ് വ്യത്യാസം വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സൈക്കോളജിക്കൽ സപ്പോർട്ടിലൂടെയും കൂടെ കടന്നു പോവുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിക്കകത്ത് നമ്മുടെ ഈ സ്ട്രെസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് CBT ഫോർ സ്ട്രെസ് മാനേജ്മെന്റ് നമുക്കൊരു മെത്തേഡ് തന്നെയുണ്ട്. ഇത് ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തിനാണ് സ്ട്രെസ് അനുഭവിച്ച് ബുദ്ധിമുട്ടാകുന്നത്? ഒരിക്കലും ഒരു കമ്പനിയുടെ ഒരു കൺട്രി ഹെഡ് എനിക്കൊന്ന് വേറൊരു രാജ്യത്തിൻ്റെ അത് കോവിഡ് കാലത്ത് അദ്ദേഹം ഹെവി സ്ട്രെസ്സിൽ നിന്നുണ്ട്, അത്രമാത്രം പ്രഷറാണ് വരുന്നത്. പക്ഷെ നമ്മളൊരു ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റി ഹെൽപ്പ് ചെയ്ത് പല സീരീസിലൂടെ വന്ന് കുറച്ച് സെഷൻസിലൂടെ അദ്ദേഹത്തിന് ഹൈ പവറിലേക്ക് വർക്കിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇതേപോലെ തന്നെ ആർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഒരു റെസിലിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ, ഓരോരുത്തർ ഈ സ്ട്രെസ്സിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വരാം. ഡോക്ടർ, അപ്പോൾ നമ്മൾ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കണം എന്നുള്ളത് പറഞ്ഞു, പിന്നെ ഈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഡോക്ടർ, നമ്മൾ ഈ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് ഈ സ്ട്രെസ് വരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ
പോലെ റെസിലിയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു, എങ്ങനെ നമ്മളത് ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളൊരു ഫാക്ടർ അനുസരിച്ചിട്ടായിരിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു സിറ്റുവേഷൻ തന്നെ രണ്ടുപേരും എടുക്കുന്ന രണ്ട് രീതിയിലായിരിക്കും. ഒരാളുടെ സ്ട്രെസ് ജോലി പോയെങ്കിൽ ഒരാൾക്ക് സ്ട്രെസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് അതൊരു സ്ട്രെസ് ഫാക്ടറിന്റെ ഏറ്റവും മെയിൻ ഒരു കാര്യം ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ്. അതെല്ലാം ഇവരുടെ ഈ റെസിലിയൻസ് അല്ലെങ്കിൽ അത് എടുക്കുന്നതിന്റെ ഒരു ആശയമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലേ ഡോക്ടർ? അല്ല, നമുക്ക് ശരിക്കും പറഞ്ഞ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു അനുസരിച്ചിരിക്കും നമുക്ക് സ്ട്രെസ് വരുന്നു അല്ലാത്തത്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ, ജോലി ഒരാൾക്ക് നഷ്ടപ്പെട്ടു, ചിലത് എന്തായാലും നന്നായി ആ സ്ഥാപനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വേറെ ചില ആൾക്കാരെ ജോലി, പക്ഷെ ഞാനിനി എങ്ങനെ, കാരണം അത് സ്ഥാപനമൊക്കെ ചെറുതായിരുന്നു, പക്ഷെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? ഇത് രണ്ടും സൊസൈറ്റി പ്രശ്നമുള്ള ധാരാളം ജോലികളുണ്ട്, ധാരാളം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ തെറ്റുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടതെങ്കിൽ പോലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് നമ്മുടെ കുഴപ്പങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കില്ല് കുറവുള്ളതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ധൈര്യമായിട്ട് മുട്ടുപിൻ തുറക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകണമെന്ന് ആ ഒരു ലെവലാണ് റെസിലിയൻസ്. അല്ല എന്റെ ജോലി പോയി, എന്റെ ജീവിതം അസ്തമിച്ചു, സർക്കാർ എന്റെ ജീവിതം കളഞ്ഞു, അല്ലെങ്കിൽ അതുകൊണ്ട് എന്റെ മരണം വരെ നിരാഹാരം എന്നൊക്കെ പറയുന്നതൊക്കെ അത് പഴഞ്ചൻ ബോറൻ സാധനം കാണും. നിങ്ങൾ പ്രതികരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യനും അവന്റെ അപാരമായ സാധ്യതകൾ യഥാർത്ഥത്തിൽ ഉണ്ടാവും തിരിച്ചറിയുന്നില്ല. പക്ഷെ നമ്മൾ ഇമോഷണൽ പെട്ടുപോയാൽ, സങ്കടത്തിൽ പെട്ടുപോയാൽ വേറെ ഒരു വഴി നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. അപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നാലോ തോന്നും. പിന്നെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് അടിക്കാനൂടെ ഉണ്ട്, ഇനി നീ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് മുൻപിൽ ധാരാളം വഴികളുണ്ട്. ചിലപ്പോൾ ജോലി പോയാൽ അതൊരു സംരംഭം തുടങ്ങാനുള്ള തുടക്കമായിരിക്കാം, പറയാൻ പറ്റില്ല. അതുപോലെ തുറന്നു ചിന്തിക്കാൻ പറ്റുന്ന സൗഹൃദ കൂട്ടായ്മകൾ, സപ്പോർട്ടിംഗ് സിസ്റ്റവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ പല സ്ട്രെസ് ഫാക്ടേഴ്സിനെ മറികടക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് സത്യം. അതെ, ഈ പ്ലാൻ എ പാളിപ്പോയാൽ പ്ലാൻ ബി ഉണ്ട്, അല്ലെങ്കിൽ സി ഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുതിയത് കുറച്ചുകൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് സ്ട്രെസ് എങ്ങനെ നമുക്ക് ഒന്ന് ദൂരീകരിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം മനസ്സിലാക്കട്ടെ, നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് ഇതൊന്നും ഒറ്റപ്പെട്ട കാര്യങ്ങളെ അല്ല, എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന പല സ്റ്റേജസിൽ. എനിക്കിപ്പം 18 വയസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 വയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ 25 വയസ്സിലായിരിക്കാം. ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും മേ മേ നോട്ട് ഒരു റീസണും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രെസ് എല്ലാം നമ്മളിലേക്ക് വരും. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കും, അവർ നമുക്കൊരു എന്താ പറയുക ഒരു കൗൺസിലിംഗ് ഒക്കെ തന്ന്, അല്ലെങ്കിൽ എടാ ഞാനില്ല ഇതൊക്കെ എന്തടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേയൊക്കെ റിലീവ് ആവുമായിരിക്കാം. പക്ഷേ ഈ ചുറ്റുമുള്ള ആൾക്കാർ, ഈ നെഗറ്റീവ് പീപ്പിൾ ഉള്ളൊരു സമൂഹം തന്നെയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ചൊരു വലിയൊരു ഇഷ്യൂയിലേക്ക് പോവാതെ, നമുക്കൊരു ചുറ്റും സംസാരിക്കാൻ നല്ലൊരു വ്യക്തികളില്ല, അല്ലെങ്കിൽ നമുക്കൊരു സാന്ത്വനത്തിന് ഒരാളില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ കാണുക, സംസാരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ. അവരൊരു നല്ല ഗുഡ് ലിസണർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആരെങ്കിലുമൊക്കെ നമ്മളെ കേൾക്കാൻ വേണ്ടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ സമീപിക്കാം. അതേപോലെ ഡോക്ടറിനെ പോലുള്ള നിരവധി ആൾക്കാരുണ്ട്, അവരെ സമീപിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാം, അല്ലേ ഡോക്ടർ? തീർച്ചയായും. അതായത് വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് റിലാക്സേഷൻ മെത്തേഡ്സ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് 1-to-1 ഡിസ്കഷനിലൂടെ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതിയായിരിക്കും, ചിലപ്പോൾ ഒന്ന് നടന്നാൽ മതിയായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഒരു സ്വിമ്മിങ്ങിന് പോയാൽ മതിയായിരിക്കും. മൊത്തം സിസ്റ്റം ചേഞ്ച് ചെയ്താൽ മതിയാവും. പക്ഷെ ഇത് പല കാര്യങ്ങൾ ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഡോണ്ട് വെയിറ്റ് ഫോർ അതെ 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 ആ ഒരു വലിയൊരു ടോക്സിക് ഒരു സ്ഥലത്തേക്ക് പോകാണ്ട് തന്നെ നമുക്കൊരു കൺസിഡറേഷൻ എടുത്ത് നമുക്ക് ക്യൂറബിൾ അല്ലെങ്കിൽ മേ ബി ഇതൊന്നും വേണ്ടായിരിക്കും. നിങ്ങളെ കേൾക്കാൻ ഒരാളെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ 1 മണിക്കൂർ നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു റിലീവിങ് ഫീല് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. ഈ 2024 എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്ട്രെസ്സും കൂടി ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുണ്ട് ഈ വർഷം. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയും കൂടെ ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, it's bye from Shweta Senthil and Dr. Vipin Roldan.